നമ്മൾ പഠിക്കുന്നത് DC മെഷീൻസ് എന്ന ടോപ്പിക്കാണ്. മെഷീൻസിലെ ഒരു സബ് ടോപ്പിക്കായ DC മെഷീൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഷീൻസിൽ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് പോകാം. അപ്പോൾ സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ മെഷീൻ. നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് വാട്ട് ഈസ് എൻ ഇലക്ട്രിക്കൽ മെഷീൻ. എന്താണ് ഒരു ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് എല്ലാവരും ചോദിച്ചു. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഫാൻ, മിക്സർ ഗ്രൈൻഡർ, പിന്നെ നമുക്ക് ചുറ്റുമുള്ള മോട്ടോഴ്സ്, എൻജിൻ മോട്ടോർ, കാർ മോട്ടോർ, പിന്നെ നമ്മുടെ എന്താ പമ്പ് മോട്ടേഴ്സ്, ഇങ്ങനെ എല്ലാം, ജനറേറ്റേഴ്സ്, ഇതെല്ലാം എന്താണ് ഓരോ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. അപ്പൊ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുപോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. മെഷീൻ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവെർഷൻ ഡിവൈസ് ആണ്. അപ്പൊ ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവെർഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് എനർജിയെ എന്താക്കാം? മെക്കാനിക്കൽ എനർജി ആക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കാം. ഈ രണ്ട് കൺവെർഷനും ആർക്ക് നടത്താൻ പറ്റും? ഒരു ഇലക്ട്രിക്കൽ മെഷീന് നടത്താം. അപ്പൊ നമ്മൾ ഈ കാണുന്ന മെഷീൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഫാൻ, നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഫാൻ കറങ്ങുന്നു. അപ്പൊ അവിടെ ഒരു മെക്കാനിക്കൽ ആക്ഷൻ ഉണ്ട്. എങ്ങനെ? നമ്മളൊരു ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു. ദെൻ എന്താ ചെയ്യുന്നത്? ഒരു മിക്സ്ചർ ഗ്രൈൻഡർ, നമ്മൾ എന്താ അതിൽ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു, ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് അത് കറങ്ങി കിട്ടി. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവെർഷൻ ഡിവൈസ്. അപ്പൊ മെക്കാനിക്കൽ എനർജി കിട്ടി, ഇലക്ട്രിക്കൽ കിട്ടുന്ന ഏതാ? നമ്മൾ ടർബോ, നമ്മുടെയൊക്കെ സൈക്കിൾ പണ്ടൊക്കെ ഉള്ള ടർബോ, ഡൈനാമോ, ടർബോ ഡൈനാമോ. ഈ ഡൈനാമോയിൽ എന്താ? നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് ചവിട്ടി കൊടുക്കുക. സൈക്കിളിന്റെ പെഡലിൽ ചവിട്ടുന്ന കണ്ടിട്ടില്ല? അപ്പൊ മെക്കാനിക്കൽ എനർജി കൊടുത്താൽ അവിടെ എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെ രണ്ട് സൈഡ് കൺവെർഷനും പോസിബിൾ ആയിട്ടുള്ള, രണ്ടും ഒരു മെഷീനിൽ തന്നെ പോസിബിൾ എന്നല്ല, ഈ രണ്ട് ഐഡിയയും ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കലിനെ മെക്കാനിക്കൽ ആക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താക്കാം? മെക്കാനിക്കലിന് ഇലക്ട്രിക്കൽ ആക്കാൻ കഴിയുന്ന ഏതൊരു ഡിവൈസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയാം. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ ഈ കണ്ടതിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഒരു മെക്കാനിക്കൽ ആക്കുന്ന ഡിവൈസസുകളെ നമ്മൾ എന്ത് കോമൺ ആയിട്ട് വിളിക്കും? മോട്ടോർ എന്ന് വിളിക്കും. മോട്ടോർ എന്ന വേർഡ് നമ്മുടെ ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറയും. അപ്പൊ അതിന്റെ തിരിച്ചുള്ള കേസ് എന്താ? മെക്കാനിക്കൽ എനർജി നമ്മൾ സപ്ലൈ ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും. അതിന് എന്തെന്ന് പറയും? ജനറേറ്റർ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് തരം ഡിവൈസുകളാണ് നമ്മൾ DC മെഷീൻസിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്. അതായത് മോട്ടോർ, പിന്നുള്ളത് ജനറേറ്റർ. അപ്പൊ DC മോട്ടോർ എന്ന് പറയുന്നൊരു സബ്ജക്ട് നമുക്ക് വരും, DC ജനറേറ്റർ എന്ന് പറയുന്നൊരു ഏരിയ വരും. കോമൺ ആയിട്ട് ഇലക്ട്രിക്കൽ മെഷീൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മോട്ടോർ ആൻഡ് ജനറേറ്റർ. നമ്മൾ അടുത്ത് നമുക്ക് ഈ ഇലക്ട്രിക്കൽ മെഷീൻസിന്റെ ഒരു കോമൺ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻ എന്താണെന്ന് ഒരാൾ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ മെഷീനെ കുറിച്ച് ബോധമുള്ള ഒരാളാണെങ്കിൽ രണ്ട് തരം ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ് ഉള്ളത്. ഒരു ഡയറക്റ്റ് കറണ്ട് മെഷീൻ അഥവാ DC മെഷീനും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷീൻ അഥവാ AC മെഷീൻ. ഈ ഡയറക്റ്റ് കറണ്ട് മെഷീനിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ജനറേറ്ററുകളും, ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് മെക്കാനിക്കൽ എനർജി ആയി കിട്ടുന്ന DC മോട്ടോഴ്സ്. ഇനി നമ്മൾ DC മോട്ടോഴ്സിൽ തന്നെ DC മോട്ടോർ കണ്ടു. ഈ DC മോട്ടറിന് വേറെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, DC ജനറേറ്ററിന് അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി വരുന്ന സബ്ജക്ട്, ഈ ക്ലാസ്സിന്റെ തുടർ ഭാഗങ്ങളിൽ നമ്മൾ ഇത് പഠിക്കുന്നതാണ്. അപ്പൊ ഇനി ഈ ഒരു സബ്ഡിവിഷനും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കുക. ഇത് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് AC മെഷീൻസ്. ഈ AC മെഷീൻസിൽ ഏതൊക്കെയാണ് ഉള്ളത്? ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് മെഷീനാണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീനുകൾ മാത്രം മെഷീൻസിൽ പറയരുത്. ട്രാൻസ്ഫോമറിൽ എന്താ നടക്കുന്നത്? ഒരു ഇലക്ട്രിക്കൽ എനർജി നമുക്ക് സപ്ലൈ ചെയ്ത് അതൊരു കൺവെർഷൻ ഡിവൈസ് ആയിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഒരു ട്രാൻസ്ഫോമർ AC മെഷീൻസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ദെൻ ഇൻഡക്ഷൻ മെഷീൻസ്, ഇൻഡക്ഷൻ മോട്ടേഴ്സ്, സിങ്ക്രണസ് മെഷീൻസ്, സിങ്ക്രണസ് മോട്ടോർ, സിങ്ക്രണസ് ജനറേറ്റർ, ദെൻ
ഫ്രാക്ഷണൽ കിലോ വാട്ട് മെഷീൻസ്. ഇങ്ങനെ 4ആയിട്ടാണ് AC മെഷീൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് DC മെഷീൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് DC മെഷീൻസിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതിയാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബേസിക് ടേമുകൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതൊരു എക്സാം ആയാലും ചിലപ്പോൾ MCQ മോഡലിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുകളാണ് ഈ മോട്ടറും ജനറേറ്ററും. നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഇറക്കി കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മാറിപ്പോകും. അപ്പൊ മോട്ടോർ ജനറേറ്റർ നമ്മൾ മാറുകയും ചെയ്തത്. അപ്പൊ മോട്ടോർ എന്ന് പറയുന്നത് വേർഡ് തന്നെ മെക്കാനിക്കൽ എനർജി ഔട്ട് കിട്ടുന്നത് ആലോചിക്കണം. മെക്കാനിക്കൽ ഔട്ട് കിട്ടുന്ന മോട്ടോർ. ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ടും മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടും. എന്താ ജനറേറ്ററിൽ എന്താ ജനറേഷൻ, ഇലക്ട്രിക്കൽ ജനറേഷൻ നമ്മൾ പഠിക്കുന്ന കേൾക്കാം. ഒരു ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഒരു മെക്കാനിക്കൽ എനർജി ഇൻപുട്ട് കൊടുത്ത് ഒരു ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇതൊക്കെ ബേസിക് ടേമുകളാണ്. നമ്മൾ പണ്ട് പ്ലസ് 2 തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. മോട്ടോർ, ജനറേറ്റർ, മോട്ടറിൽ എന്താ നടക്കുന്നത്, ജനറേറ്ററിൽ എന്താ നടക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഈ ബേസിക് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഈ മെഷീൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടില്ല. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിവില്ല. നമ്മൾ പറഞ്ഞു പോയതേ ഉള്ളൂ. എങ്ങനെയാ ഒരു മെഷീൻസ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിലോട്ടും പറഞ്ഞില്ല. ഒരു മെക്കാനിക്കൽ എനർജി നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെല്ലാം നടക്കുന്നതിന് പിന്നിൽ ഒരു പ്രാക്ടിക്കൽ കേസുകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനപരമായി രൂപാന്തരപ്പെട്ട കുറെ ചിന്തകളും അവയുടെ ഇതിൽ നിന്ന് വന്ന കുറെ ഐഡിയകളും കൊണ്ടാണ് ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം ഇതിന്റെ വർക്കിംഗ് എന്നൊക്കെ കണ്ടുപിടിച്ചത് കുറച്ച് നാളത്തെ സ്റ്റഡിയും എക്സ്പെരിമെന്റും നടത്തിയൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് നമ്മൾ ഈ മെഷീൻസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി, അല്ലെങ്കിൽ എന്താ ഒരു ജനറേറ്ററിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന DC വാല്യൂ, DC എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് കറണ്ട്, അതിലുണ്ടാകുന്ന ഔട്ട്പുട്ടിന്റെ കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ പറയുന്ന ബേസിക് റൂളാണ് മാക്സ്വെൽസിന്റെ കോർക്സ്ക്രൂ റൂൾ. നമ്മൾ കോമൺ ആയിട്ട് എന്തെന്നാ പറയുന്നത്, സ്ക്രൂ റൂൾ എന്ന് പറയും. അപ്പൊ സ്ക്രൂ റൂളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ ഡയറക്ഷൻ പറയുന്നത്. ഇത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജിയുടെ, അതായത് മാഗ്നറ്റിക് ലൈൻ ഫോഴ്സും കറണ്ടും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന നിയമമാണ് കോർക്സ്ക്രൂ റൂൾ. അപ്പൊ നമുക്ക് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു കണ്ടക്ടർ ഉണ്ട്. ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ബേസിക് ആയിട്ട് എന്താ, കോപ്പറിന്റെ കണ്ടക്ടേഴ്സ് വഴിയാണ്. ഈ കോപ്പർ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഈ കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു ലൈനിന്റെ ആക്ഷൻ കൊണ്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ടിന്റെ ഡയറക്ഷൻ പറയുന്ന നിയമമാണ് എന്താ, മാക്സ്വെൽസ് കോർക്സ്ക്രൂ റൂൾ. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മുടെ ഫിഗറിൽ ഒരു സ്ക്രൂ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഇരിക്കുക. ആ സ്ക്രൂവിന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആയിട്ട് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു സ്ക്രൂ ഒരു സാധനത്തിൽ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രൂ താഴേട്ട് ഇറങ്ങിപ്പോകും. നമ്മൾ സ്ക്രൂ ഗ്രിപ്പ് ചെയ്ത് വെക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ ഒരു സ്ക്രൂവിനെ നമ്മൾ താഴേക്ക് മുറുക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്ക്രൂവിനെ മുറുക്കുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ ആ സ്ക്രൂവിനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കയറ്റുന്ന ഡയറക്ഷൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ഈ ആരോ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ദെൻ അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ, അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. ആ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും, താഴോട്ടായിരിക്കും. താഴോട്ടെന്ന് എങ്ങനെയാ പറഞ്ഞത്, ഈ സ്ക്രൂ നമ്മൾ ഗ്രിപ്പ് ചെയ്ത് കയറ്റുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും. ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ പറയുന്നത്. ഈ മെഷീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അല്ലെങ്കിൽ DC മെഷീൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ എവിടെയൊക്കെ ജനറേറ്ററിന്റെ കാര്യം പറയുന്നു, ഡയറക്ഷൻ ഓഫ് കറണ്ട് പറയുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈന് പറയുന്നു, അവിടെ എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു നിയമമാണ് ഈ സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്.
ഈ സ്ക്രൂ റൂൾ എന്ന് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണാനാണ്. ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ ഈ സ്ക്രൂ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഡൗൺവേർഡ്സ് ആവും. സ്ക്രൂ തിരിച്ച് അപ്വേർഡ് ഡയറക്ഷനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ സ്ക്രൂ മുകളിലോട്ട് വരും. അതായത് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് സ്ക്രൂ മുറുക്കുന്നത്, അപ്പൊ സ്ക്രൂ എങ്ങനെ ഗ്രിപ്പ് ആവാൻ പോകുന്നു, അതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പൊ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. ഈ രണ്ട് കേസും നമ്മൾ മനസ്സിലും ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇത് സ്ക്രൂ റൂൾ എന്ന് മനസ്സിൽ എപ്പോഴും ആലോചിച്ചിരിക്കുക. ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈനും തരുന്ന ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു നിയമം നമ്മൾ പഠിച്ചതാണ് കോർക്ക് സ്ക്രൂ റൂൾ. ഇതൊരു ബേസിക് ആണ്. ഇത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് MCQയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത് ഈ ഒരു സ്ക്രൂ റൂൾ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ തന്നെ ഇരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ നിയമം നമ്മൾ ഓരോ വർക്കിംഗ് പഠിക്കുമ്പോഴും നമുക്കിത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു ലോ ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇതിൽ നമ്മൾ കുറച്ച് ലോ നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ജനറേറ്റർ മോട്ടോർ എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ വരുമ്പോൾ ഈ ജനറേറ്ററിന്റെ മോട്ടറിന്റെ വർക്കിംഗ് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. അപ്പൊ ഈ ജനറേറ്റർ മോട്ടറിന്റെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ബേസിക് ലോസ് എന്തായാലും ഇതിന്റെ നിയമങ്ങൾ നമ്മൾ എന്തായാലും പറയണം. അപ്പൊ നിയമങ്ങൾ പറയുമ്പോൾ അതിൽ ഈ ഉണ്ടാകുന്ന കറണ്ടിന് ഒരു ഡയറക്ഷൻ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കണം. കറണ്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. അപ്പൊ കറണ്ടിന് ഒരു ഡയറക്ഷൻ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും. അപ്പൊ അതിനെല്ലാം സഹായിക്കുന്ന കുറെ നിയമങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. കോർക്ക് സ്ക്രൂ റൂൾ, ഫ്ലെമിങ്സ്, അടുത്ത ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ബേസിക് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് വേണ്ടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ നോക്കാനായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ നോക്കുന്നതാണ്. ഇതാ നമുക്കൊരു നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ ഫിഗറിൽ നമ്മുടെ തള്ളവിരൽ, അതായത് തമ്പ് എന്തായിരിക്കും? ഒരു കണ്ടക്ടറിൽ നമ്മൾ ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് നമ്മുടെ പ്ലസ് ടുവിലൊക്കെ പഠിച്ചൊരു കാര്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മളൊരു കറണ്ട് പോവുകയാണെങ്കിൽ എന്താ, അവിടെ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം അവിടെ നമ്മൾ ഫാരഡേസ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്, ഫാരഡേസ് ലോ വെച്ച്. അപ്പൊ അതിന് തിരിച്ച് വൈസേഴ്സ് ആയിട്ട് ഒരു മോട്ടറിൽ നടക്കുന്ന എന്താ? മോട്ടറിൽ നടക്കുന്ന ആക്ഷൻ എന്താ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് അവിടെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അനുഭവപ്പെടും. അതാണ് എന്താ? മോട്ടറിന് പ്രവർത്തിക്കാനുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ മോട്ടർ വർക്ക് ചെയ്യുന്ന റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ആ മോട്ടർ വർക്ക് ചെയ്യുന്ന നിയമത്തിൽ നമ്മൾ മോട്ടറിന്റെ ഓരോ പാരാമീറ്റർ, അതായത് കറണ്ട്, അതിന്റെ ഫോഴ്സ് ഓഫ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിന്റെ ഡയറക്ഷൻ, ഇതെല്ലാം പറയാൻ സഹായിക്കുന്ന ഒരു നിയമമാണ് എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? നമ്മുടെ തമ്പ് ഇതിലുണ്ടാകുന്ന ഫോഴ്സ്, അതായത് ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് നമ്മൾ എന്താ ഈ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നമ്മുടെ ഫിംഗർ, നമ്മുടെ ചൂണ്ടുവിരലാണ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ഫിംഗർ ആയിരിക്കും. ഈ 3 വിരലുകൾ നമ്മൾ വെക്കേണ്ടത് എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതായത് 3 ലംബമായിട്ട് വെക്കും. ഒന്നിങ്ങനെ. നമ്മൾ വിരൽ പിടിക്കുന്ന ഡയറക്ഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ നിയമം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിലെ ഡയറക്ഷൻ നമ്മൾ ഏതൊക്കെ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മറക്കരുത്. ഫിംഗർ, മിഡിൽ ഫിംഗർ, ദെൻ തമ്പ്, മധ്യത്തിലുള്ള വിരല്, ചൂണ്ടുവിരല്, തള്ളവിരൽ. ഈ 3 വിരലുകളാണ് നമ്മൾ എന്താ ഈ നിയമം സഹായിക്കുന്നത്. ഇതില് നമ്മുടെ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ഫോർ മോട്ടോഴ്സ്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് തിയറി പറയുന്നത് എന്തിനാണ്? മോട്ടറിനായിരിക്കണം. മോട്ടറിന് ഉപയോഗിക്കേണ്ട തിയറി ഇത് എല്ലാ
മിക്കുള്ള PSC ക്വസ്റ്റ്യൻസിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ എക്സാംസിനെല്ലാം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും. ഈ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് ഏത് ഇലക്ട്രിക്കൽ മെഷീന്റെ വർക്കിങ്ങിന്റെ ഡയറക്ഷൻ പറയാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് എന്ന് ആലോചിച്ചാൽ എപ്പോഴും മോട്ടർ എന്ന് ആലോചിക്കുക. ലെഫ്റ്റ് മോട്ടർ എന്ന് ആലോചിക്കാൻ പാടുള്ളത് കൊണ്ട് നമ്മൾ റൈറ്റ് ജനറേഷൻ എന്ന് ആലോചിക്കുക. റൈറ്റ് ജനറേഷൻ, അതായത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എപ്പോഴും ജനറേഷൻ ആയിട്ടുള്ളത്, അതായത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിനായിരിക്കും. അപ്പൊ നമുക്ക് ഒബിയസ്ലി നമുക്ക് അറിയാം എന്താ, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സഹായിക്കുന്നത് മോട്ടറിനായിരിക്കും. റൈറ്റ് ഫോർ ജനറേഷൻ എന്നാലോചിക്കുക, റൈറ്റ് ജനറേഷൻ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് മോട്ടറിനായിരിക്കും. ഈ ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ് എന്തായാലും ക്വസ്റ്റ്യനിൽ കാണും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡിനും റൈറ്റ് ഹാൻഡ് റൂളിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ഈ നിയമം നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ നിയമം വെറും മോട്ടറിന്റെ ഒരു വർക്കിങ്ങിന് വേണ്ടി മാത്രം നോക്കുക. ബട്ട് ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ്, ഇതെന്താ, ലെഫ്റ്റ് ഹാൻഡിന്റെ തന്നെ ഈ 3 വിരലുകൾ റൈറ്റ് ആംഗിൾ ആയിട്ട് ഒന്നായിട്ട്, അതായത് മറ്റൊന്ന് ഇതിന് റൈറ്റ് ആംഗിൾ ആയിട്ട്, 3ഉം പരസ്പരം ലംബമായിരിക്കും. അപ്പൊ അതിൽ മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ, ഫോർ ഫിംഗർ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും, തമ്പ് വിൽ ഇൻഡിക്കേറ്റ്, അതായത് തള്ളവിരൽ എന്താ കാണിക്കുന്നത്, ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ഈ ഒരു നിയമമാണ് നമ്മുടെ മോട്ടറിന്റെ വർക്കിങ്ങിനും അതിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു നിയമം വെച്ചാണ് നമ്മൾ അതിന്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് എന്തായാലും ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളും കൂടെ നോക്കണം. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്, റൈറ്റ് ഹാൻഡ് ഫോർ ജനറേഷൻ, അതായത് DC ജനറേറ്ററിന്റെ ഡയറക്ഷൻ ഓഫ് EMF, ഇവിടെ എന്താ EMF ഡയറക്ഷൻ പറയുന്നത്, മോട്ടറിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, മോട്ടറിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഡയറക്ഷൻ, അതായത് മോട്ടർ മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് ആ കണ്ടക്ടറിന്റെ ഫോഴ്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. കണ്ടക്ടറിന്റെ ഇവിടെ നമ്മൾ എന്താ, ഡിറ്റർമിൻ ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, കണ്ടക്ടറിലെ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജനറേറ്ററിന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ പറയാനായിട്ട് നമ്മൾ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഈ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളും എങ്ങനെയാ, റൈറ്റ് ഹാൻഡിലെ 3 വിരലുകളും എങ്ങനെയാ, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ്, ഈ 3 വിരലുകളും ഒന്നിനൊന്നായിട്ട് ലംബമായിട്ട് വെച്ചിട്ട് ഫോർ ഫിംഗർ വിൽ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും, തമ്പ് വിൽ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ, കണ്ടക്ടറിന്റെ മോഷൻ. ആ വെച്ചിരിക്കുന്ന കണ്ടക്ടറിന്റെ മോഷൻ ആണ് നമ്മുടെ തമ്പായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ മിഡിൽ ഫിംഗർ വിൽ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, അതിന്റെ മിഡിൽ ഫിംഗർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ഇതിലാകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡും ആൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡും, ഈ നിയമങ്ങൾ ഏതൊക്കെ മെഷീൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം ബേസിക് ആയിട്ട് അറിയുക. ബാക്കി നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്തായാലും നമ്മൾ ഈ വിരലുകൾ വെച്ചുള്ളത് നമ്മൾ മനസ്സിൽ എന്തായാലും അറിഞ്ഞിരിക്കുന്നു. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് ഫോർ ജനറേറ്റർ, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഫോർ മോട്ടർ. ഈ ഒരു 2 വേർഡ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി വരുന്ന MCQയിൽ എന്തായാലും കാണുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും വർക്കിംഗ് ആക്ഷനിൽ ഡയറക്ഷൻ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 നിയമങ്ങൾ. 3 നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു, ഒന്ന് കോർക്ക് സ്ക്രൂ റൂൾ, then on the Fleming's left hand rule, then on the Fleming's right hand rule. ഇനി നമ്മൾ എന്താണ് ഒരു DC ജനറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു DC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ഇത്രയും നാൾ നമ്മൾ ഒരു മെഷീൻസ് കണ്ടാൽ അതിനെ നമുക്ക് ബേസിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ട, അതിന്റെ ഡയറക്ഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ട കുറച്ച് ലോസ് ആണ് നമ്മൾ പഠിച്ചത്. കുറച്ച് നിയമങ്ങൾ നമ്മൾ ഈ 3 എണ്ണത്തിലും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറേറ്റർ എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് കിടക്കുന്നുണ്ട്. ഒരു ജനറേറ്റർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇത് 3ഉമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ജനറേറ്ററിന്റെ ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ എന്താണ്, ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ എന്താ, ഒരു
ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നറിയാം. ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഫാരഡേസ് ലാ എന്ന് പറയുന്ന എല്ലാം നമ്മളെല്ലാവരും ബേസിക് ക്ലാസ്സുകളിൽ നോക്കിയിട്ടുള്ളത്. ഫാരഡേസ് ലാ എന്താ പറയുന്നത്? ഫാരഡേസ് ലാ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്താൽ, എന്ത് കട്ട് ചെയ്താൽ, ഒരു മൂവിങ് കണ്ടക്ടർ, സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിരിക്കുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വെച്ചിരിക്കുക, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വെച്ചിരിക്കുക. ഇതിന് ഒരു മോഷനും ഇല്ലെങ്കിൽ, അതായത് ഈ കണ്ടക്ടറിന് ഒരു അനക്കവും ഇല്ലെങ്കിൽ അവിടെ ഒരു എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് വേണം? ഈ കണ്ടക്ടർ മൂവ് ചെയ്യണം. കണ്ടക്ടർ മൂവ് ചെയ്യണം. മൂവ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് ഇത് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യണം. അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ഈ കണ്ടക്ടറിൽ. അതാണ് എന്താ ഫാരഡേസ് ലാ പറയുന്നത്. ഫാരഡേസ് ലാ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? whenever magnetic flux is cut by a moving conductor and EMF is induced in the conductor. ഒരു മൂവിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് ലാ പറയുന്നത്. ഫാരഡേസ് ലാ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഈ ലായിനെ നമ്മൾ പറയുന്നത്. ഈ ലായുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഈ ലായുടെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അവർ ചോദിക്കാം, whenever a magnetic flux is cut by a moving conductor and EMF is induced. ഈ നിയമം പറയുന്നത് ഏത് നിയമമാണ്? ഫാരഡേസ് ലാ, ഓംഗേഴ്സ് ലാ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾസ്. അങ്ങനെ തന്നിരുന്നാൽ നമുക്ക് എളുപ്പം അറിയാൻ വേണ്ടി മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക ഫാരഡേസ് ലാ. അപ്പൊ ഈ ഫാരഡേസ് ലാ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ് ജനറേറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡയറക്ഷൻ, ഇനി നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, എങ്ങനെ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറയണം. ഡയറക്ഷൻ നമ്മൾ എങ്ങനെ പറയുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷനും പറഞ്ഞു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിപ്പീറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ബട്ട് അത് നമ്മളൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ. അപ്പൊ ഈ ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ഇപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായതിന്റെ ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെ ലെൻസസ് ലാ വെച്ച് പറയുന്നു. ലെൻസസ് ലാ വെച്ച് എന്താ പറയുന്നത്? നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ, അതായത് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇതെന്താ പറഞ്ഞത്? ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതില് ഈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. ഇതിലൊരു കണ്ടക്ടർ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ പ്രൊഡ്യൂസ് വയ്ക്കുകയാണെങ്കിൽ, ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിലൊരു EMF അതിന്റെ ടെർമിനൽസിൽ, അതായത് ഇതിന്റെ രണ്ടറ്റത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ ഫാരഡേസ് ലാ വെച്ചാണെന്ന് അറിയാം. പക്ഷെ ഈ ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും എന്ത് ചെയ്യും? ഈ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാൻ കാരണം, ആ കാരണത്തെ അത് എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആര് പറയുന്നത്? ലെൻസസ് ലാ എന്ന് പറയുന്നത്. ഇപ്പൊ ലെൻസസ് ലാ പറയുന്നത് ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അത് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ കാരണത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. E സമം -n × d∅/dt. ഇതില് E സമം n × d∅/dt. n × d∅/dt മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ, അതായത് ഈ ചിഹ്നം, ഈ സൈൻ, ഈ മൈനസ് സൈൻ ആരാണ് തരുന്നത്? ലെൻസസ് ലായ തരുന്നത്. ലെൻസസ് ലായാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കാണുന്നത്. അപ്പൊ ഈ മൈനസ് സൈൻ എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ ലെൻസസ് ലാ പറയുന്നത് ഉണ്ടാകുന്ന EMF എപ്പോഴും അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യും. ഇത് നമ്മുടെ ബേസിക് കാര്യമാണ്. ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മളിത് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇതിന്റെ ബേസിക് നമ്മൾ പറയില്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ കാര്യം ഇതിന്റെ കറക്റ്റ് വർക്കിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ.